ഇന്ന് ഞങ്ങളുടെ ഒരു ഔട്ടിംഗ് ആണ് കേട്ടോ. ഞാനും ചേട്ടായും പാറും കൂടെ ഇന്ന് പാലായിലെത്തി. കുറച്ച് പരിപാടികളൊക്കെ ഞങ്ങൾക്ക് ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഉച്ച സമയമായി. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. പാറു മസാല ദോശയും ഞാൻ ഊണും, ചേട്ടായി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നന്നായിട്ട് വിശക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആക്രാന്തപ്പെട്ട് വേഗം തന്നെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി എനിക്ക് ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ പോകേണ്ടത്. കാരണം എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. ഞാൻ 3 മാസം കൂടുമ്പോൾ എൻ്റെ ഹെയർ ഷോർട്ടാക്കുവേ. കാരണം എനിക്ക് ലോങ് ഹെയർ ഒട്ടും ഇഷ്ടമില്ല. എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഞാൻ 5ാം ക്ലാസ് തൊട്ട് +2 വരെ ലോങ് ഹെയറിൽ നടക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഷോർട്ട് ഹെയർ ഇഷ്ടമേ ഇല്ല. അതുകൊണ്ട് ഇവരൊരിക്കലും എൻ്റെ മുടി വെട്ടാൻ സമ്മതിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ ഷോർട്ട് ഹെയർ ആയിട്ട് നടക്കുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ കൊതിയായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ +2 പഠനം എല്ലാം കഴിഞ്ഞ് എറണാകുളത്തിന് ചെന്നപ്പം അച്ഛനോടും അമ്മയോടും പെർമിഷനൊന്നും ചോദിക്കാതെ സ്വന്തമായിട്ട് അങ്ങ് ഇഷ്ടത്തിന് ഹെയർ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ ഇത് കണ്ട് അച്ഛനും അമ്മയും ഞെട്ടിപ്പോവുകയും അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒത്തിരി അടി കിട്ടി കേട്ടോ. കാരണം ഹെയർ അങ്ങനെ കട്ട് ചെയ്തപ്പോൾ അവർക്ക് വിഷമം വന്നായിരുന്നു. അന്ന് അവരുടെ സിറ്റുവേഷനൊന്നും ഞാൻ ആലോചിക്കാൻ പോയില്ല. എനിക്കായിരുന്നു അന്ന് ഈ അടി കിട്ടിയതിൻ്റെ വിഷമമൊക്കെ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്ന ഓർമ്മകളാട്ടോ. ഞാനൊരു സെൻട്രൽ പാർട്ടീഷൻ എടുത്ത് എൻ്റെ മുടി ഒന്നുകൂടെ ചെക്ക് ചെയ്തു. എല്ലാം ലെവലൊക്കെ കറക്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല തൃപ്തിയായി. ഇതാണ്ട് പാറു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറക്കം കേട്ടോ. അതുകൊണ്ട് നേരെ ഞങ്ങൾ പാലായി തന്നെയുള്ള ഒരു ഐസ്ക്രീം പാർലറിലോട്ട് പോകുന്നു. അവിടെ ചിക്കൻ്റെ ഐറ്റംസൊക്കെയാണ് കൂടുതലുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഐസ്ക്രീം ആട്ടോ വേണ്ടത്. എനിക്ക് ഐസ്ക്രീമിനേക്കാൾ ഇഷ്ടം ഫ്രൂട്ട് സലാഡാണ്. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട് സലാഡ് വിത്ത് വാനിലയാണ് ഞാനും ചേട്ടായി ഓർഡർ ചെയ്തത്. പാറുവിന് ചോക്ലേറ്റ് ഐസ്ക്രീമും. ഓർഡർ ചെയ്ത ഉടനെ തന്നെ ഞങ്ങളുടെ ഓർഡർ അനുസരിച്ചുള്ള സാധനം എത്തി. പക്ഷെ പാറുവിന് വന്നില്ല. അതുകൊണ്ട് തന്നെ പാറു ഞങ്ങളുടെ ഫ്രൂട്ട് സലാഡ് കണ്ട് കുറച്ച് കൊതിയൊക്കെ വിട്ട് അവിടെ ഇരിക്കുവാണ്. ഞാൻ പിന്നെ എൻ്റെ കൂട്ട് കുറച്ച് കോരി കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ തീരുമാനിച്ചു ഇത്രയും സമയം ഈ വെയിലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പം ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. അങ്ങനെ വീട്ടിലോട്ടുള്ള യാത്ര തന്നെ ഞാൻ കുറച്ച് കപ്പ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. ഒരു ഈസി കുഴഞ്ഞ കപ്പ വേരാട്ടോ. കടുക് പൊട്ടിക്കുന്നു, അതിനകത്തോട്ട് കുറച്ച് വറ്റൽമുളക് ഇടുന്നു, കുക്കറിൽ വെന്തളിച്ചെടുത്ത കപ്പ അതിനകത്തോട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുന്നു, കുറച്ച് കറിവേപ്പില ഇടുന്നു. അങ്ങനെ കുഴച്ച കപ്പ വേച്ചത് റെഡിയായി കേട്ടോ. ചക്ക വേച്ച് നവായി വന്നത് കപ്പ റെഡിയായി കേട്ടോ. ഇനി കുറച്ച് മുളക് പൊട്ടിച്ചത് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്ന കുറച്ച് എരിവുള്ള വെള്ളക്കാന്താരി എടുത്തു, കുറച്ച് സബോളയും എടുത്തു, ഉപ്പും ഇട്ട് മിക്സിക്കായിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി. ഒരുപാട് അരിഞ്ഞു പോകരുത് കേട്ടോ. ഇങ്ങനെ ഇച്ചിരി കഷ്ണങ്ങളായിട്ട് കിടക്കണം. എരിവ് കൂടുതലായതുകൊണ്ട് ഞാൻ എണ്ണ ചേർക്കുന്നില്ല. പകരം 2 സ്പൂൺ തൈരാണ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഈ കുഴച്ച വെന്ത കപ്പയുടെ കൂടെ ഇത് നല്ല രുചിയുള്ളൊരു മുളക് പൊട്ടിച്ചതാണ്. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് കൊഴുവ ഇരിപ്പുണ്ടായിരുന്നു, അതും തിരുമ്മി വറുത്തു. എന്നിട്ട് ഞങ്ങൾ 3 പേരോടെ ചായ ഇട്ട് അത് കഴിച്ചു. എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ പാറുവിൻ്റെ എന്തെങ്കിലും ഒരു കലാപരിപാടി കാണും കേട്ടോ. ഡാൻസോ പാട്ടോ എന്തെങ്കിലും. പുള്ളിക്ക് ഇങ്ങനെയൊക്കെ കളിച്ച് ഞങ്ങളെ കാണിച്ചു തരുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് പതിവ് പോലെ അത് തുടർന്നു. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാട്ടോ. അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.